നമസ്കാരം. സംഗീത സംവിധായകൻ എ.ആർ. റഹ്മാനും ഭാര്യ സൈറ ബാനും വേർപിരിഞ്ഞുവെന്ന വാർത്ത ഞെട്ടലോടെയാണ് ആരാധകർ കേട്ടത്. ദിവസങ്ങൾക്ക് മുൻപ് സൈറയായിരുന്നു ആദ്യം വിവാഹമോചന വാർത്ത ആരാധകരുമായി പങ്കിട്ടത്. പരസ്പര സ്നേഹം നിലനിൽക്കുമ്പോഴും അടുക്കാനാകാത്ത വിധം അകന്നുപോയെന്നാണ് സൈറ പറഞ്ഞത്. പിന്നാലെ എക്സിൽ പങ്കുവച്ച കുറിപ്പിലൂടെ റഹ്മാനും പിരിയലിനെ സംബന്ധിച്ച് വിശദീകരിച്ചു. 29 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷമാണ് സൈറ ബാൻ റഹ്മാനുമായി പിരിയാൻ തീരുമാനിക്കുന്നത്. ഇതിനിടെയായിരുന്നു റഹ്മാന്റെ മ്യൂസിക് ബാൻഡിലെ ബാസിസ്റ്റായ മോഹിനിയുടെയും വിവാഹമോചിതയാകുന്നത്. റഹ്മാന്റെ വിവാഹമോചനത്തിന് പിന്നാലെ മോഹിനിയും വിവാഹമോചിതയായതോടെ സോഷ്യൽ മീഡിയ പല കഥകളും മെനയാൻ ആരംഭിച്ചു. എന്നാൽ ഇത്തരം അഭ്യൂഹങ്ങൾക്കെല്ലാം വിരാമിട്ടുകൊണ്ട് സൈറയുടെ അഭിഭാഷക രംഗത്തെത്തിയിരുന്നു. റഹ്മാന്റെയും സൈറയുടെയും മക്കളും ആരോപണങ്ങൾ നിരസിച്ചെത്തി. ഇപ്പോഴത്തെ മോഹിനിയുടെ പ്രതികരണം എത്തിയിരിക്കുകയാണ്. വീഡിയോയിലൂടെയായിരുന്നു മോഹിനിയുടെ പ്രതികരണം. ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിലൂടെ റഹ്മാനെതിരായ ആക്രമണങ്ങളെ പ്രതിരോധിക്കുകയാണ് മോഹിനി. മോഹിനിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: എനിക്കും റഹ്മാനുമെതിരെ തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തീർത്തും അവിശ്വസനീയമാണ്. രണ്ട് സംഭവങ്ങളെയും മാധ്യമങ്ങൾ വിവാദമാക്കിയത് കുറ്റകരമായി തോന്നുന്നു. റഹ്മാന്റെ സിനിമകൾ, ടൂറുകൾ തുടങ്ങിയവയ്ക്കായി 8.5 വർഷം കൂടെ ജോലി ചെയ്ത കുട്ടി എന്ന നിലയിലുള്ള സമയത്തെ ഞാൻ ബഹുമാനിക്കുന്നു. ഇത്തരം വൈകാരിക കാര്യങ്ങളിൽ ആളുകൾക്ക് സഹതാപമോ സഹാനുഭൂതിയോ ഇല്ലെന്ന് കാണുന്നത് നിരാശാജനകമാണ്. ആളുകളുടെ മാനസികാവസ്ഥ കാണുമ്പോൾ വിഷമം തോന്നുന്നു. റഹ്മാൻ ഒരു ഇതിഹാസമാണ്. അദ്ദേഹം എനിക്ക് പിതാവിനെ പോലെയാണ്. എന്റെ കരിയറിനും വളർച്ചയിലും നിർണായക പങ്കുവഹിച്ച നിരവധി റോൾ മോഡലുകളും പിതാവിന് തുല്യ വ്യക്തിത്വങ്ങളും ജീവിതത്തിൽ എനിക്കുണ്ട്. ചുരുക്കം ചിലത്: എന്നെ സംഗീതം പഠിപ്പിച്ച എന്റെ അച്ഛനും പിന്നെ എന്നെ സംഗീത രംഗത്തേക്ക് പരിചയപ്പെടുത്തിയ രഞ്ജിത്ത് ബറൌട്ട്, എന്നെ രൂപപ്പെടുത്തിയ ലൂയിസ് ബാങ്ക്, ഷോകളിൽ തിളങ്ങാൻ എനിക്ക് സ്വാതന്ത്ര്യം തന്ന എ.ആർ. റഹ്മാൻ, റെക്കോർഡിംഗ് സെക്ഷനുകളിൽ അദ്ദേഹത്തിന്റെ സംഗീത ക്രമീകരണങ്ങൾ. ഞാൻ അത് വിലമതിക്കുകയും ചെയ്യുന്നു, എല്ലായ്പ്പോഴും ചെയ്യും. അത് ആളുകളുടെ മനസ്സിലും ജീവിതത്തിലും ചെലുത്തുന്ന സ്വാധീനം മാധ്യമങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. സെൻസിറ്റീവ് ആയിരിക്കുക. ഞാൻ ആർക്കും വിശദീകരണം നൽകേണ്ടതില്ല. മാത്രമല്ല, എന്റെ ഇന്നത്തെ ദിവസത്തിന്റെ ശോഭ കെടുത്താനും ആഗ്രഹിക്കുന്നില്ല. ദയവായി തെറ്റായ അവകാശങ്ങൾ നിർത്തുക. ഞങ്ങളുടെ സ്വകാര്യതയെ മാനിക്കുക എന്നാണ് മോഹിനി പറഞ്ഞത്. ജീവിതത്തിൽ വ്യത്യസ്തമായ കാര്യങ്ങൾ വേണമെന്നും പരസ്പര ഉടമ്പടിയിലൂടെയുള്ള വേർപിരിയലാണ് മുന്നോട്ട് പോകാനുള്ള ഏറ്റവും നല്ല മാർഗമെന്നും ഞങ്ങൾ തീരുമാനിച്ചു. വേർപിരിഞ്ഞാലും താനും മാർക്കും പ്രൊജക്ടുകളിൽ സഹകരിക്കുന്നത് തുടരും. തങ്ങളുടെ തീരുമാനത്തെ സുഹൃത്തുക്കളും ആരാധകരും പിന്തുണയ്ക്കണമെന്നുമാണ് മോഹിനി വിവാഹമോചന വാർത്ത അറിയിച്ച കുറിപ്പിലൂടെ പറഞ്ഞത്. കൊൽക്കത്ത സ്വദേശിയാണ് 28-കാരിയായ മോഹിനിയുടെ. എ.ആർ. റഹ്മാനൊപ്പം നിരവധി രാജ്യങ്ങളായി 40-ലേറെ ഷോകളിൽ മോഹിനി പങ്കെടുത്തിട്ടുണ്ട്. സംഗീത പ്രതിഭയായി ഏറെ ആഘോഷിക്കപ്പെട്ട കലാകാരിയാണ് മോഹിനിയുടെ. 11 വയസ്സുള്ളപ്പോഴാണ് മോഹിനിയുടെ പ്രൊഫഷണൽ യാത്ര ആരംഭിച്ചത്. ജാസ് മാസ്ട്രോ ലൂയിസ് ബാങ്ക്സിന്റെ ശിഷ്യയായി മോഹിനി സംഗീത ലോകത്തെ ഒരു പ്രധാന വ്യക്തിത്വമായി മാറി. ഖാൻ ബംഗ്ലായുടെ വിൻഡ് ഓഫ് ചേഞ്ച്, കോക്ക് സ്റ്റുഡിയോ ഇന്ത്യ തുടങ്ങിയ പ്രൊജക്ടുകളിലെ പ്രവർത്തനമാണ് മോഹിനിയെ ശ്രദ്ധേയയാക്കിയത്. സക്കീർ ഹുസൈൻ, ശിവമണി, സ്റ്റീവ് വായ്, മാർക്കോ മിന്നേമാൻ തുടങ്ങിയ പ്രശസ്തരായ സംഗീതജ്ഞർക്കൊപ്പവും മോഹിനി പ്രവർത്തിച്ചിട്ടുണ്ട്. മോഹിനിയുമായിട്ടുള്ള അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നതിനിടെ ആദ്യമായി പ്രതികരിച്ച് സൈറയും ഇന്നലെ രംഗത്തെത്തിയിരുന്നു. എന്തുകൊണ്ടാണ് താൻ ഒരു ബ്രേക്ക് എടുക്കാൻ തീരുമാനിച്ചതെന്ന് സൈറ വ്യക്തമാക്കിയിരുന്നു. ഞാൻ സൈറ റഹ്മാൻ. ഞാനിപ്പോൾ ബോംബെയിലാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഞാൻ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അതുകൊണ്ടാണ് റഹ്മാനിൽ നിന്നും ഒരു ബ്രേക്ക് എടുക്കാൻ ഞാൻ തീരുമാനിച്ചത്. ദയവ് ചെയ്ത് അദ്ദേഹത്തിനെതിരെ ഇനിയും മോശമായ വാർത്തകൾ നൽകരുതെന്ന് അപേക്ഷിക്കുകയാണ്. അദ്ദേഹം നല്ല വ്യക്തിയാണ്. ഈ ലോകത്തിലെ മികച്ച മനുഷ്യനാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ് എനിക്ക് ചെന്നൈ വിടേണ്ടി വന്നത്. ഞാൻ ബോംബെയിലാണ് വന്നത്. ഞാൻ ചികിത്സയുമായി മുന്നോട്ട് പോവുകയാണ്. എ.ആർ. റഹ്മാന്റെ തിരക്കിനിടയിൽ ഇത് സാധ്യമാകുമെന്ന് ഞാൻ കരുതുന്നില്ല. എനിക്ക് ആരെയും ബുദ്ധിമുട്ടിക്കാൻ താല്പര്യമില്ല, അദ്ദേഹത്തെയോ എന്റെ മക്കളെയോ പോലും. അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ്. അദ്ദേഹം എങ്ങനെയാണോ അങ്ങനെ അദ്ദേഹം ജീവിക്കാൻ അനുവദിക്കുമെന്നാണ് എല്ലാവരോടുമായി അപേക്ഷിക്കാനുള്ളത്. അദ്ദേഹത്തിന് ഇതൊന്നുമായി ബന്ധമില്ല. ഞാൻ അദ്ദേഹത്തെ എന്റെ ജീവനെ പോലെ വിശ്വസിക്കുന്നു. അത്രമാത്രം ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു. തിരിച്ചദ്ദേഹവും. അദ്ദേഹത്തിനെതിരായ എല്ലാ വ്യാജാരോപണങ്ങളും അവസാനിപ്പിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇതുവരെ ഔദ്യോഗികമായി ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ലാത്ത ഈ നിമിഷത്തിൽ ഞങ്ങളുടെ സ്വകാര്യത ബഹുമാനിക്കണം. ഞാൻ ചെന്നൈയിലേക്ക് ഉടൻ മടങ്ങിയെത്തും. പക്ഷേ എനിക്ക് എന്റെ ചികിത്സ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ പേര് കളങ്കപ്പെടുത്തുന്നത് നിർത്തണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. അദ്ദേഹം ഒരു ജം ആണെന്ന് ആവർത്തിക്കട്ടെ. നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വ്യാജ വാർത്തയ്ക്കെതിരെ സൈറയും പ്രതികരിച്ചെത്തിയത്.